എന്റെ മോളെ ശങ്കുവണ്ണം വേദനിപ്പിച്ചോ? എന്തെങ്കിലും എന്റെ മോളെ കരയിപ്പിച്ചിട്ടുണ്ടോ ഈ അണ്ണൻ? പിന്നെന്തിനാ കരയണ? ദുഷ്ടനാ അല്ലേ? കരിങ്കല്ല എന്റെ മനസ്സില് അല്ലേ? പറഞ്ഞില്ലേ നീയെ? എന്തിനാ എന്റെ മോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോയത്? എന്തിനാ വെറുതെ ആശിക്കാൻ പോയത്? ഈ തോളത്തിട്ട് പാട്ടുപാടി ഉറക്കിയിട്ടില്ലേ നിന്നെ ഞാൻ? നീ അണ്ണാന്നല്ലേ ഇതുവരെ എന്നെ വിളിച്ചിട്ടുള്ളൂ. തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ അണ്ണൻ? പിന്നെ എന്തിനാ വെറുതെ കരയുന്നത്? കണ്ടോ ഇവള് കരയണത്? തെരുവിന്ന് കൈ പിടിച്ച് എന്നെ കൂട്ടിക്കൊണ്ടു വരുമ്പോ അച്ഛാന്ന് വിളിക്കാനല്ലേ എന്നെ പഠിപ്പിച്ചത്. ഇന്ന് വരെ ഞാൻ അങ്ങനെയല്ലേ വിളിച്ചിട്ടുള്ളൂ. 1.5 വയസ്സുള്ള ഇവളെ ഈ കൈത്തണ്ടേ വെച്ച് വരുമ്പോ പെങ്ങളാണെന്ന് കരുതാനല്ലേ പറഞ്ഞത്. ഇതുവരെ ഞാൻ അങ്ങനെയല്ലേ കരുതിയിട്ടുള്ളൂ. പിന്നെ എന്തിനാ വെറുതെ? ഇല്ല, വേണം. വാ തമ്പുരാനെ, ഇന്നോളം ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എന്താ ഇപ്പൊ വേണ്ടേ? ഒരു പുടവ കൊടുക്കൂ എന്റെ കുട്ടിക്ക്. എന്നിട്ട് എന്താന്ന് വെച്ചാ ആയിക്കോളൂ. അപ്പൊ എന്റെ ചെത കൂടെ എരിയണത് കാണണം തള്ളയ്ക്ക് അല്ലേ? തമ്പുരാനെ, അല്ലാതിപ്പോ എന്തിനാ? പ്രതാപവർമ്മ സാവിത്രി കുട്ടിക്ക് പുടവ കൊടുത്തോ കൊടുത്തില്ലേന്ന് ചോദിക്കണുണ്ടോ ആരേലും? ഈ തറവാടിന്റെ മാനം. ഓഹോ, അങ്ങനൊന്നുണ്ടോ വടക്കേക്കരയ്ക്ക്? അത് അച്യുതൻ നായർ പറഞ്ഞില്ലല്ലോ. ലക്ഷ്മിയമ്മ നടക്കാത്ത കാര്യങ്ങൾ ഒന്നും ചിന്തിക്കണ്ട. അച്യുതൻ നായരുടെ നല്ല കാലം. ഇനി തമ്പുരാന്റെ സഹായമില്ലാതെ ജീവിച്ചു. കാവലിടക്കാനും വക്കാലത്ത് പിടിക്കാനും ഇപ്പൊ വേറെ ആളുണ്ടല്ലോ. ഒരു ചായ. തമ്പുരാൻ പടിപ്പുര കയറുന്നതില ചിലർക്കൊക്കെ മുറുമുറുപ്പ്. ഊരും പേരും ജാതിയും ഇല്ലാത്ത നാക്കൊക്കെ അവിടെ കയറി അങ്ങ് നിരങ്ങ. പ്രതാപവർമ്മ തമ്പുരാൻ ആരാണെന്ന് കാക്കര കടവുകാർക്കറിയാം. അത് അറിഞ്ഞുകൂടാത്തവർക്കൊന്ന് പറഞ്ഞു കൊടുക്ക എന്റെ കുഞ്ഞൂട്ടി നായരെ. മതി മതി, നിർത്ത്. പറയാനുള്ളത് മുഖത്ത് നോക്കി പറ. അതാണത്തോ? പറയാനുള്ളൊരു മുഖത്ത് നോക്കി തന്നെ പറഞ്ഞോളൂ. അതൊക്കെ നീ കാണാനും കേൾക്കാനും പോകുന്നേ ഉള്ളൂ. നിന്നെ ഒന്നും തല്ലിയിട്ട് കാര്യമില്ല. ആർക്കോ വേണ്ടി കുറയ്ക്കുന്ന വാലാട്ടി പട്ടിയല്ലേ നീയൊക്കെ? ഒന്നും എവിടെയും കരുതി വെച്ചിട്ടല്ല ശംഖു നടക്കുന്നത്. തിരിച്ചെല്ലാമെന്ന് ആർക്കും വാക്കും കൊടുത്തിട്ടില്ല. പറഞ്ഞേക്ക് തമ്പുരാനോട്. പൊളിക്കണല്ല
മതി കൊന്നോളൂ ഞാൻ വരാൻ ഇടാൻ നടക്കേ. വരുന്നില്ലാന്ന് തന്നെയാണോ നിന്റെ തീരുമാനം? നിർബന്ധിച്ച് വിളിച്ചാൽ ഞാൻ വരും. വേണ്ട, വിളിക്കരുത്. ദൈവം എനിക്ക് തന്ന വരമാണെന്ന് നിനക്കെന്തെങ്കിലും പറ്റിയാൽ? ഒന്നും പറ്റില്ല. അച്ഛന്റെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രം മതി. എന്നെ വിശ്വാസമില്ലേ? ഞാൻ വരും. അടുത്ത ക്യാമ്പിലെത്തി ആളുകൾ കൂടുന്നതിന് മുമ്പ്, കളി തുടങ്ങുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഞാൻ വരും. എന്നാലും നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് എന്നെ ഓർത്ത് വിഷമിക്കണ്ട. നിങ്ങളെയൊക്കെ വേദനിപ്പിക്കേണ്ടി വന്നതിലേ ഉള്ളൂ പ്രയാസം. അണ്ണാ, മോളെ, ഞാൻ വരും. അണ്ണന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്റെ മോളുള്ളപ്പോ ഒരാപത്തും വരുത്തൂല്ല ദൈവം. കരയണ്ട. എടോ വെട്ടിരിമ്പേ, ആ ശംഖു വന്നു ഇവിടെ. ഇവിടെ വന്നില്ല. ദേവി ഇല്ല, ഞാൻ വന്നത് ആരും കണ്ടിട്ടില്ല. എനിക്കല്പം സംസാരിക്കാനുണ്ട്. താഴെ കാത്തിരിക്കാം. എന്തായി കാണിച്ചത്? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? തമ്പുരാന്റെ ആൾക്കാർ തേടി നടക്കുക. പേടിക്കണ്ട, എനിക്കൊന്നും പറ്റിയിട്ടില്ല. പോവായിരുന്നില്ല എവിടേക്കെങ്കിലും. അവരുടെ കണ്ണിപ്പെട്ട ജീവനോടെ വെച്ചേക്കില്ല. ഒറ്റയ്ക്ക് പോവില്ല ഞാൻ. എല്ലാം തീരുമാനിച്ചിട്ടാ വന്നിരിക്കുന്നത്. വേണ്ട, അങ്ങനെയൊന്നും തീരുമാനിക്കണ്ട. വേണ്ടെന്ന് പറഞ്ഞതല്ലേ ഞാൻ. ആ മനസ്സ് അങ്ങനെ പറയില്ല. എനിക്ക് ഉറപ്പാ, ഞാൻ വിളിച്ച ദേവി വരും. ഇല്ല, ഞാൻ വരില്ല. വരണം. ശാപങ്ങളുടെ ഈ ലോകത്തുനിന്ന് രക്ഷപ്പെടണം. ദേവിയും കൊണ്ടേ ഞാൻ പോകൂ. ദൈവമേ, ദൈവം അനുഗ്രഹിക്കും, കാത്തുരക്ഷിക്കും. അത്രയേറെ പ്രാർത്ഥിച്ചിട്ടില്ലേ ദൈവത്തോട്? എത്ര പ്രാർത്ഥിച്ചാലും ഈ വിധിയിൽ നിന്ന് മോചനം ഉണ്ടാവില്ല. ദൈവം ഇത് ഇവിടുന്ന് പോണം. എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് കേട്ടാ മതി എനിക്ക്. ഒരു ജന്മം മുഴുവൻ കരഞ്ഞു തീർക്കാൻ ഇവിടെ വിട്ടിട്ട് ഞാൻ പോവില്ല. സ്നേഹിച്ചു പോയി ഞാൻ. തമ്പുരാനെ എനിക്ക് പേടിയില്ല, ദേവിയുടെ വിധിയെയും പേടിയില്ല. ഒരു നിമിഷമെങ്കിലും, ഒരു നിമിഷം ദേവിക്കൊരു ജീവിതം തന്നിട്ട് ഞാൻ മരിച്ചോളാം. ആരാവിടെ? ഞാൻ ആൽത്തറയിലുണ്ടാവും, പോവൂല. ദേവി പറഞ്ഞവരെ കാത്തിരിക്കും. അങ്ങനെ ഒരു വരുത്തനും ഈ കാക്കരക്കടവിൽ വിലസണ്ട. തല്ലി കൊല്ലണ ഈ പട്ടിയെ.